ഹായ് ഗായ്സ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് ബ്ലഡൊക്കെ കൊടുക്കുന്നത് നയനയാണ് കേട്ടോ. പക്ഷേ ദേവയാനി ആ വിവരങ്ങളൊന്നും അറിയുന്നില്ല. കുറേ നാൾ നയനയെ കുറ്റപ്പെടുത്തിയൊക്കെ കഴിയുമ്പോൾ ഡോക്ടറിൽ നിന്ന് തന്നെ ദേവയാനി ഈ വിവരം അറിയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ദേവയാനിക്ക് നയന ബ്ലഡൊക്കെ കൊടുത്തെന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷം വേണു വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് രേവതിയോടും അനാമികയോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നു, അവിടെയാണ്ട് ആ നയന കയറി കളിച്ചു, അവൾ ആ ദേവയാനിക്ക് രക്തം വരെ കൊടുത്തു, ഇനിയിപ്പോൾ അവരുടെ സ്നേഹം അങ്ങ് പിടിച്ചു പറ്റും. നിന്നോട് ഞാനും അമ്മയും പറഞ്ഞതല്ലേ അനാമികയെ ആ രക്തം കൊടുക്കാൻ, എങ്കിൽ നിന്നോടുള്ള സ്നേഹം അവർക്ക് ഇരട്ടിയായേനെ. അപ്പോഴേക്കും അനാമിക പറയാണ്, അങ്ങനെ രക്തം കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ രക്തമൊന്നും ആർക്കും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അല്ലാതെ തന്നെ അനന്തപുരിയിലെ സ്വത്തൊക്കെ കൈവശം വരുത്താമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ രേവതിയും പറയാണ്, മോളോട് ഞാൻ അന്ന് പറഞ്ഞതാ. അപ്പോൾ വേണു ഉടനെ പറയാണ്, പിന്നെ ഒരു സമാധാനമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ നയനയാണ് രക്തം കൊടുത്തതെന്നുള്ള വിവരം ദേവയാനിക്ക് അറിയില്ല. കാരണം നയന കൊടുത്തു എന്ന് പറഞ്ഞാൽ ദേവയാനി ചിലപ്പോൾ അത് നിഷേധിക്കും, വേണ്ട എന്ന് പറയും. അതുകൊണ്ട് ആദർശും ഒന്നും അറിയിച്ചിട്ടില്ല കാര്യം. ഡോക്ടറോടും പറഞ്ഞിട്ടുണ്ട് ദേവയാനി അതൊന്നും അറിയിക്കേണ്ടെന്ന്. അപ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയാണ്, ഓ അത് നമ്മുടെ ഭാഗ്യം. മോളെ അനാമികെ, ഇനി നീ ഒരു കാച്ച് കാച്ചണം. നീ ആ രക്തം കൊടുത്തതെന്ന് ധരിപ്പിക്കണം. ദേവയാനിയും അതുപോലെ അനന്തപുരിയിലുള്ളവരെയൊക്കെ പറഞ്ഞ് ധരിപ്പിക്കണം. അപ്പോൾ വേണു പറയാണ്, നിങ്ങൾ ഉടനെ തന്നെ അനന്തപുരിയിലേക്ക് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഇനിയും വഷളാകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അധികാരം പിടിച്ചടക്കാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് പോവാണ് കേട്ടോ, അനാമികയും രേവതിയും കൂടി. അപ്പോൾ രേവതി അനാമികയും വരുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങ് ഓടിച്ചെല്ലുകയാണ്. മോളെ അനാമികയെ, നീ തിരിച്ചു വന്നോ? അമ്മ ഒരുപാട് വിഷമിച്ചു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങിപ്പോയാൽ എങ്ങനെയാ? അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ പോകാവോ? കാര്യം എന്താണേലും മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമില്ലേ? അപ്പോൾ അനാമിക പറയാം, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കലക്കി തരുന്ന വിഷം കുടിച്ച് ചാകണോ? അപ്പോൾ രേവതി പറയുക, അതെ, എൻ്റെ മോളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഭയമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ പോയി നിന്നോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കാണേലും ആ കാര്യത്തിൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഉടനെ ജാനകി പറയാണ്, ഇനിയിപ്പോൾ അതൊന്നും സംസാരിക്കണ്ട, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ, മോൾ തിരിച്ചെത്തിയില്ലേ, മോൾ ഇവിടെ എപ്പോഴും വേണം എന്ന് പറയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ദേവയാനി വല്യമ്മയ്ക്ക് കുറവായ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആ അറിഞ്ഞു, രക്തസമയത്ത് കിട്ടിയത് കൊണ്ട് ദേവയാനി വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ശരിയായി എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ പറയാണ്, ഞാനാണ് രക്തം കൊടുത്തത്, ഒരുപാട് അന്വേഷിച്ചിട്ടും രക്തം കിട്ടാതിരുന്നപ്പോൾ ഞാനാണത് ചെയ്തത്. അതൊന്നും വല്യമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ആരോടും അതൊന്നും പറയാത്തതാ എന്ന് പറയാണ്. ആണോ മോളെ, നീയാണോ അങ്ങനെ ചെയ്തത്? അല്ലെങ്കിലും നീ ഈ കുടുംബത്തിൻ്റെ വിളക്കാണ് എന്നൊക്കെ പറയാണ് ജാനകി. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് ജലജ പറയാണ്, മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, വിളക്ക് കരിന്തിരി കത്തിയ വിളക്കാണെന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളല്ലേ വിഷമാണെന്ന് കലക്കിയത്. ആ വിവരം ആരോടെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇവളുടെ പണി തീരും. സാരില്ല, ഇപ്പം നമുക്ക് ഗുണം ചെയ്യും, അതുകൊണ്ട് കൂടെ നിന്നേക്കാം എന്ന് വിചാരിക്കുകയാണ് ജലജയും. അപ്പോൾ ജാനകി അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അകത്തേക്ക്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമിക ഇങ്ങനെ തിരിച്ചു പോകുന്നത്? ഞാൻ വിളിക്കാൻ വന്നിട്ടേ നീ വരുവോളെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ ദേവയാനി വല്യമ്മയുടെ അസുഖമൊക്കെ കുറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുന്നത്. അനി നീ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിങ്ങ് പോന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അതിനൊക്കെ ശേഷം ദേവയാനിയുടെ അസുഖങ്ങളൊക്കെ മാറി ഡോക്ടർ പറയാണ് കേട്ടോ, ഡിസ്ചാർജ് ആയി പോയിക്കോളൂ, ഇനിയിപ്പം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശനൊക്കെ സന്തോഷമാകാണ് കേട്ടോ. നയനയോട് പ്രത്യേകം ഡോക്ടർ പറയുന്നുണ്ട്, നന്നായിട്ട് അമ്മയെ കെയർ ചെയ്യണം, കാരണം ഇത്രയും വലിയൊരു അസുഖം വന്നതാണ്, ഇനിയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഭക്ഷണ കാര്യത്തിലും മരുന്നിൻ്റെ കാര്യത്തിലും അതുപോലെ എല്ലാ കാര്യത്തിലും കുട്ടി തന്നെ കെയർ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ നയന് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടറെ, അമ്മയ്ക്ക് ഒരു കുറവില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അപ്പോൾ തന്നെ ദേവയാനിക്ക് ഒരു കല്ലുകടിയൊക്കെയാണ്. ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഇവളൊന്നും നോക്കണ്ട, അവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുകളുണ്ട്, പിന്നെ ഇവളുടെ ആവശ്യമില്ല എന്നൊക്കെ ഡോക്ടറോട് പറയണം. അപ്പോൾ ഡോക്ടറിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഈ സത്യം വിളിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഡോക്ടറിനെ നയനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പറയണ്ടാന്ന്. അങ്ങനെ ഡോക്ടർ അത് പറയുന്നില്ല. അങ്ങനെ ദേവയാനി വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഓടി വരുവാണ് കേട്ടോ.
ഓ ദേവയാനിക്ക് അസുഖമൊക്കെ കുറഞ്ഞല്ലോ, നന്നായി, എല്ലാം ഭഗവാന്റെ കൃപയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും. അങ്ങനെ അടുത്തേക്ക് ഓടി വരിക ജലജയും ജാനകി, അനാമികയും രേവതിയൊക്കെ മുൻപിൽ തന്നെ വരികയാണ്. അനാമികയാണെങ്കിൽ അഭിനയിച്ച് തകർക്കുകയാണ്. അനാമിക പറയാണ്, അയ്യോ വല്യമ്മ എത്തിയോ, വല്യമ്മ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ എന്ത് ചെയ്യാനാ, ഇവിടെയുള്ള ഓരോ കള്ളികൾ വിഷം കലക്കി തന്നല്ലേ മനുഷ്യനെ കൊല്ലുന്നത്. ഹോ, അന്നാ പാല് വല്യമ്മ കുടിച്ച് അങ്ങനെ സംഭവിച്ചല്ലോ. ആ നയന, അതുപോലെ അവളുടെ ചേച്ചി, അവളുമാരൊപ്പിച്ച പണി തന്നെയത്. ക്ഷീണമുള്ളതുകൊണ്ട് വല്യമ്മ പാല് കുടിക്കുമെന്ന് അവൾക്കറിയായിരുന്നു. അത് പറയുന്നത് അവൾ കേട്ടും കാണും, അല്ലാതെ പിന്നെ ആരാ ഇവിടെ ഈ പണി ചെയ്യാനിരിക്കുന്നത്. എന്തായാലും നന്നായി. എന്നിട്ട് പറയാണ് കേട്ടോ അനാമിക, ഞാനല്ലേ ബ്ലഡ് തന്നത് വല്യമ്മയ്ക്ക്, ആ വിവരം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ രേവതിയും പറയാം, അതാ മോളാ ഒരുപാട് അന്വേഷിച്ചിട്ട് രക്തം കിട്ടിയില്ല, അത് കഴിഞ്ഞപ്പോൾ മോളാ തന്നത്, അല്ലാതെ പിന്നെ ആര് ചെയ്യാനാ ഇങ്ങനൊരു ഉപകാരമൊക്കെ, അവളെ കൊണ്ടൊക്കെ ഇതിന് വല്ലതും കൊള്ളുമോ. അപ്പോൾ നയന അതുവഴി വരുന്നുണ്ട് കേട്ടോ. അത് കണ്ട് ഉടനെ രേവതി പറയാണ്, ഇവളെയൊന്നും കൂടുതൽ അടുപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഈ പണി ഇത്രയും ഒപ്പിച്ചിട്ട് ഇനി ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അനാമിക മോളുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളെ ഇനി ഞാൻ കൂടുതൽ അടുപ്പിക്കൊന്നുമില്ല, എൻ്റെ റൂമിൻ്റെ പരിസരത്ത് പോലും അവൾ വരണ്ട, കാരണം ഇങ്ങനെ ഒരു ചതി ചെയ്തത് അവൾ തന്നെയാണ്, വേറെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും ദേഷ്യപ്പെട്ട് കലി തുള്ളി ദേവയാനി റൂമിലേക്ക് പോവാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നയന തന്നെയാണ് കേട്ടോ, അടുത്തേക്കൊന്നും ചെല്ലാതെ. പക്ഷേ അനാമികയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനൊക്കെ ശേഷം ദേവയാനിക്ക് ഒരു ദിവസം ചെക്കപ്പിനായിട്ട് ഡോക്ടർ എത്തുകയാണ്. ഡോക്ടർ എത്തുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ ദേവയാനിക്ക്, ഒരുപാട് മാറി ഇവിടുന്ന് പോയതിലും, വളരെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇവിടെ വന്നത്, ജീവിതത്തിനും മരണത്തിനുമൊക്കെ ഇടയിൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നല്ല സന്തുഷ്ടയായിട്ടുണ്ട്, നന്നായിട്ട് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുമുണ്ട്, അതുപോലെ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും മരുമകളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ദേവയാനി പറയാണ്, അവൾ കെയർ ചെയ്തിട്ടൊന്നുമല്ല, മറ്റുള്ളവർ വീട്ടിലുണ്ട്, അവരൊക്കെ നോക്കിയിട്ട് അനാമിക എന്ന് മോള് നോക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, ഇവള് വിഷം കലക്കി തന്ന മനുഷ്യനെ കൊല്ലാനിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം നയനയുടെ മുഖം വല്ലാതാകാണ്. അപ്പോൾ ഇത് ഡോക്ടർ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന് മനസ്സിലാവാണ് ഈ വിവരങ്ങളൊന്നും ദേവയാനിയെ അറിയിച്ചിട്ടില്ല എന്ന്. പിന്നെയും നയനെ ഒരുപാട് കുറ്റപ്പെടുത്തി ദേവയാനി ഇങ്ങനെ പറയുമ്പോഴേക്കും ഡോക്ടർ പറയാണ്, ഒരു കാര്യം ഞാൻ ദേവയാനിയോട് പറയാം, ദേവയാനി അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ദേവയാനിയെ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും അതുപോലെ തന്നെ അത്യാസന്ന നിലയിൽ കിടന്നപ്പം രക്തം തന്നതുമൊക്കെ നയനയാണ്, അല്ലാതെ അനാമികയല്ല. അനാമിക എന്ന് പറയുന്ന കുട്ടിയോട് രക്തത്തിനായിട്ട് ചോദിച്ചു, ആ കുട്ടിക്ക് അതിന് പറ്റില്ല എന്ന് തീർത്ത് പറയുകയായിരുന്നു ചെയ്തത്. ഞങ്ങളൊക്കെ പലവട്ടം സംസാരിച്ചതാണ്. നയനയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു, ബോഡി ഭയങ്കര വീക്കായിരുന്നു, അതുകൊണ്ട് ബ്ലഡ് എടുത്താൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. എന്നിട്ട് കൂടി ആ കുട്ടി അതിന് സമ്മതിച്ചു. ഞങ്ങൾ പറഞ്ഞതാ നയനയോട് അങ്ങനെ ചെയ്യരുത്, കുട്ടിയുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുമെന്ന്, എന്നിട്ടും ആ കുട്ടി സമ്മതിച്ചു. ഇതൊന്നും അമ്മ അറിയരുതെന്ന് ആദർശം നയനയാണ് പറഞ്ഞത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി നയനയുടെ രക്തം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് മറച്ചു വെച്ചത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പം ശരിക്കും ദേവയാനി ഞെട്ടിപ്പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ സംഘങ്ങളെല്ലാം എത്തുകയാണ്. അനാമികം അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. വല്യമ്മ എത്തിയോ? എന്താ പറഞ്ഞു ഡോക്ടർ, ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇവളെയും കൊണ്ടാണ് പോയതല്ലേ. എന്ത് ചെയ്യാം, എനിക്ക് രാവിലെ വരാൻ നേരം കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഞാൻ വന്നേനെ. എൻ്റെ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കുന്നത്, എൻ്റെ രക്തമല്ലേ വല്യമ്മയുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് തകർക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീയൊന്നും ഈ ഒരക്ഷരം മിണ്ടരുത്. എടി നുണച്ചി അനാമികേ, നീ എന്തായി വിചാരിച്ചത്, എന്നെ എന്ന് പൊട്ടിയാക്കാമെന്നോ? എൻ്റെ ശരീരത്തിൽ ഓടുന്നത് നയനയുടെ രക്തമാണ്, എല്ലാ വിവരങ്ങളും ഡോക്ടർ എന്നോട് പറഞ്ഞു. നിന്നോട് രക്തം തരാമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് പറ്റില്ല എന്ന് നീ തീർത്ത് പറഞ്ഞില്ലേ. അയ്യോ, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല, അതൊക്കെ ഈ കള്ളി, നീ ഇനി ഒന്നും സംസാരിക്കരുത്. ദയവേത് ഭഗവാനായിരിക്കും ഈ വിഷം എന്നെക്കൊണ്ട് കഴിക്കാനായിട്ട് ഇടയാക്കിയത്, അതുകൊണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്, എല്ലാവരുടെയും മുഖംമൂടിയൊക്കെ വലിച്ചു കീറാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കും. ഡോക്ടർ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, ഇനി നിൻ്റെ ഒന്നും അഭിനയം ഇവിടെ വേണ്ട എന്ന് പറയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്